പഠിച്ചത് പ്രവർത്തിക്കാത്ത മനുഷ്യനെ പറ്റി അല്ലാഹു പരിചയപ്പെടുത്തുന്നതെന്താ? മസലുൽ ലദീന ഹുമ്മിലു തൗറാത സുമ്മ ലം യഹ്മിലൂഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ജുമുഅയിലൂടെ അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്. മസലുൽ ലദീന ഹുമ്മിലു തൗറാത സുമ്മ ലം യഹ്മിലൂഹാ കമസലിൽ ഹിമാർ. തൗറാത്ത് ലഭിച്ചിട്ടും അതനുസരിച്ച് അതിന്റെ ഉള്ളകളറിയാട്, അതിന്റെ അകത്തളമൊന്ന് വായിച്ചു നോക്കാറ് ഉള്ളറകളറിയാറ്, അതിനകത്ത് കിടക്കുന്ന കർമ്മത്തിന്റെ സൂചനകൾ മനസ്സിലാക്കാറ്, സന്ദേശങ്ങൾ ഉൾക്കൊള്ളാറ്, തരം താണ രീതിയിൽ ജീവിക്കുന്ന മനുഷ്യനെ പറ്റി അല്ലാഹു പറഞ്ഞിരുന്നറിയോ? കമസലിൽ ഹിമാർ, അവന് കഴുതയെ പോലെയാണ്, കഴുതയെ പോലെയാ. യഹ്മിലു അസ്ഫാറാ, ഏടുകൾ ചുമന്നു പോകുന്ന കഴുതകളെ പോലെയാണ്. ഖുർആൻ നമ്മുടെ കയ്യിലുണ്ടല്ലോ, സൗദിയിൽ നിന്ന് വരുന്ന ഖുർആൻ നമ്മുടെ കയ്യിലുണ്ട്. ആ കയ്യിലിരിക്കുന്ന ഖുർആൻ മൊബൈലിൽ എത്രയോ മോഡലുള്ള ഖുർആനാണ്. വീട്ടിനകത്ത് ഖുർആനാണ്, വാഹനത്തിൽ ഖുർആനാണ്, നമ്മുടെ വീടിന്റെ അകത്തളത്തിലെ മനോഹാരിതയ്ക്ക് വേണ്ടി ഖുർആൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ റൂമുകളിൽ ഖുർആനുണ്ട്, നമ്മുടെ വീടുകളിൽ കാസറ്റ് ഉണ്ട്, എല്ലാം നമ്മുടെ വീട്ടിനകത്തുണ്ട്. പക്ഷേ അതിനകത്ത് എഴുതപ്പെട്ടതോ പറയപ്പെട്ടതോ അതിനകത്ത് സൂചിപ്പിക്കപ്പെട്ടതോ ജീവിതത്തിൽ അവനെ പ്രാവർത്തികമാക്കുന്നില്ല. ഒരു ഉദാഹരണം പറയട്ടെ പെങ്ങള്, അല്ലാഹുവിന്റെ ഖുർആൻ നിങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ ആ ഖുർആനിലൂടെ തലമറച്ച് നടക്കണമെന്ന് ഖുർആൻ പറയുമ്പോ, മാന്യമായ വസ്ത്രം ധരിച്ചു നടക്കണമെന്ന് ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നമ്മൾ മറന്നു പോകുന്നു. ആ ഖുർആനിനകത്ത് ഖുർആൻ ഓതുമ്പോഴും വായിക്കുമ്പോഴും ചിന്തിക്കുമ്പോൾ അതിന്റെ അകത്തളപ്പിലുള്ള ജീവിതത്തിലും പ്രാവർത്തികമാക്കാൻ കഴിയാത്ത അവസ്ഥയിൽ മോശപ്പെട്ട ജീവിതം ഞാനും നിങ്ങളും നയിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മളെ പറ്റി പറയുന്നത് എന്താണ്? ഏട് ചുമക്കുന്ന കഴുതയെന്നാണ്. കാരണം ഖുർആൻ ചുമന്നുകൊണ്ടിരിക്കുന്ന കഴുത തന്നെയാണ്, സംശയമില്ല. ഒരു കഴുതയെ വിളിച്ചിട്ട് ആ കഴുതയുടെ പുറത്ത് സിഹാഹുസിട്ട് അടുക്കി വെച്ച് നോക്ക്. ബുഖാരിയും മുസ്ലിമും അബൂദാവൂദും ഇബ്നു മാജയും നസായിയും തുർമുദിയും ഒക്കെ എടുത്ത് ആ കഴുതയുടെ പുറത്ത് വെച്ച് കൊടുത്താൽ, സഹോദരങ്ങളെ, കഴുതയ്ക്കെന്ത് ബുഖാരി, കഴുതയ്ക്കെന്ത് മുസ്ലിം, കഴുതയ്ക്കെന്ത് ഖുർആൻ, കഴുതയ്ക്കെന്ത് ആദാബ്, കഴുതയ്ക്കെന്ത് അഖ്ലാഖ്, കഴുതയ്ക്കെന്ത് സീറ, കഴുതയ്ക്കെന്താ ഫിഖ്ഹ്, ഇതൊന്നും കഴുതക്കറിയില്ലല്ലോ. ആ കഴുതയുടെ പുറത്തിരിക്കുന്നതോ സിഹാഹുസിത്തയാണ്. അതിനകത്ത് ഫിഖ്ഹ് ഉണ്ട്, അതിനകത്ത് അഖ്ലാഖ് ഉണ്ട്, അതിനകത്ത് ആദാബ് ഉണ്ട്, അതിനകത്ത് ഖുർആനുണ്ട്. പക്ഷേ ആ കഴുതയ്ക്ക് ഒന്നും അറിയില്ല. അതുപോലെ ഖുർആൻ കയ്യിലേത് നടക്കുന്നവര്, പഠിക്കാത്തവരെ, പഠിച്ചിട്ടും പഠിക്കാത്തതുപോലെ നടക്കുന്നവര്, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മളെ വിളിച്ചത് ഏത് പേര് കൊണ്ടാണ്? കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറാ. അല്ലാഹു പറഞ്ഞു കഴുതയെ പോലെയാണ്, കഴുതയെ പോലെയാ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മളെ ഈ ലോകത്തിന്റെ അവസ്ഥ എന്തെന്നറിയോ? ഇന്ന് പള്ളികളിൽ ധാരാളം ആളുകൾ നിസ്കരിക്കാനുണ്ട്, എല്ലാവർക്കും ബോധമുണ്ട്, എല്ലാവരും പ്രസംഗിക്കൂ. പള്ളിയിലെ ഇമാമിനേക്കാൾ മനോഹരമായ നാട്ടിലെ ആളുകൾ പ്രസംഗിക്കുന്ന കാലമാണ്. പക്ഷെ ഒന്നറിയണേ സഹോദരാ, മഹാനായ അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരു ദിവസം ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. എന്താ റസൂൽ പറഞ്ഞതെന്നറിയോ? ഒരു കാലം വരാനുണ്ട് മക്കളെ, ഒരു കാലം നിങ്ങൾക്ക് വരാനുണ്ട്. ആ കാലഘട്ടം നിങ്ങൾക്ക് വന്നാൽ അതിന്റെ പ്രത്യേകത എന്തെന്നറിയോ? നിങ്ങളുടെ നിസ്കാരമല്ല. സഹാബത്തിനോട് റസൂലുള്ളാഹി പറയാൻ, ഇനി ഒരു കാലം വരാനുണ്ട്, നിങ്ങളുടെ നിസ്കാരമൊന്നുമല്ല. ശരിയല്ലേ? ചിലരൊക്കെ സുജൂദി പോയാൽ പടച്ചോനെ അടുത്ത വഖത്തിന്റെ ബാങ്ക് കേട്ടാലേ തല ഉയർത്തു, അത്ര നേരം സുജൂദിലാണ് അല്ലേ? റസൂലുള്ളാഹി പറയുന്നു, സഹാബത്തെ, ഇനി ഒരു കാലം വരാനുണ്ട്, നിങ്ങളെ നിസ്കാരം ഒന്നുമല്ല, നിങ്ങളുടെ ദാനധർമ്മങ്ങൾ ഒന്നുമല്ല, നിങ്ങളുടെ ഇബാദത്തുകളൊന്നുമല്ല. അങ്ങനത്തെ ഒരു കാലം ഇനി വരാനുണ്ട്. ഒന്നാലോചിച്ച് നോക്ക്, ആ കാലമല്ലേ ഇതെന്ന് ഒന്ന് ആലോചിച്ച് നോക്ക്. പള്ളികൾ എത്രയാണ്? ഞാനൊരു കാര്യം തുറന്നു പറയാം. എനിക്ക് വാള് ഇല്ലാതെ പോയെന്ന് വെച്ചിട്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഈ അടുത്ത സമയത്ത് ഒരാൾ വിളിച്ച് ഭീഷണിപ്പെടുത്തി, നിങ്ങളെ വാളൊക്കെ ക്യാൻസൽ ചെയ്താൽ ഞാൻ പറയും നിന്റെ ജോലിക്ക് പോടാന്ന് പറഞ്ഞു. കാരണം വാള്
അള്ളാഹുവിന്റെ ദീൻ പ്രബോധനം ചെയ്യാൻ പടച്ചവൻ അവസാനത്തെ പ്രസംഗം തേവലക്കര ഈ പറയുന്ന മർഹബായ് യുവജനവേദിയാണ് എന്റെ ജീവിതത്തിലെ അവസാനത്തെ പ്രബോധനത്തിന്റെ വേദി എന്ന് പടച്ചതമ്പുരാൻ എനിക്ക് എഴുതപ്പെട്ടു പോയാൽ 1000 വട്ടം അൽഹംദുലില്ലാ, 1000 വട്ടം അൽഹംദുലില്ലാ സ്വീകരിക്കും, ഒരു പ്രശ്നവും. അതല്ല എന്റെ തുടക്കം, അല്ലെങ്കിൽ എന്റെ പ്രബോധനത്തിന്റെ ഒരു മാർഗം ഇതാണ്, എന്റെ പ്രബോധനത്തിന്റെ പ്രഭാഷണത്തിന്റെ ഒരു ഒടുക്കമല്ല ഇതെന്ന് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എത്ര മൂത്താപ്പമാര് കളിച്ചാലും ഞാൻ ഇനിയും പ്രസംഗിക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് വേറൊരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം, ആ ഒരു കാര്യം നമ്മൾ ഒരു സമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു പറയുമ്പോൾ ആ തുറന്നു പറയുന്ന വിഷയം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നവനും പറയിപ്പിച്ചവനും കേട്ടവനും. മൂന്നാമതാണ് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നത്. ആദ്യം എന്നോടാണ്, രണ്ടാമത് എന്നെ വിളിച്ച സംഘാടകരോടാണ്, മൂന്നാമത് നിങ്ങളോടാണ്. ഞാൻ പറയുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സദസ്സ് കൊണ്ട് നമുക്കൊരു മാറ്റം ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ എന്തർത്ഥമുള്ളത് എന്നാലോചിച്ചു. എന്തർത്ഥമാണ് ഈ സദസ്സിലുള്ളത്? നിങ്ങൾ ഇത്രയും സമയം ഇവിടെ വന്നിരുന്നു, എന്തൊക്കെ ജോലി നിങ്ങൾക്ക് ഉള്ളതാ? ഞാൻ എത്ര കിലോമീറ്റർ യാത്ര ചെയ്താ ഇവിടെ വന്നത്? എന്തിനാണ് ഇങ്ങനെ ഒരുമിച്ച് വിടുന്നത്? എന്ത് ലാഭമാണ് ഇതിലുള്ളത്? എനിക്കെന്ത് ലാഭമാ? നിങ്ങൾക്കെന്ത് ലാഭമാ? സംഘാടകർക്ക് എന്ത് ലാഭമാണ്? ഒരു ലാഭമില്ല. പക്ഷേ അവരിലോ എന്നിലോ നിങ്ങളിലോ ഒരാൾ ഇത് അമല് ചെയ്താൽ നമ്മൾ രക്ഷപ്പെട്ടു. അള്ളാഹു അങ്ങനെയുള്ള സ്വീകാര്യമായ സദസ്സിൽ അള്ളാഹു നമ്മുടെ ഈ സദസ്സുകളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു വിഭാഗം വരാനുണ്ട്. സഹാബാക്കൾ അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്ക് കേട്ട് അത്ഭുതപ്പെട്ടു. നിങ്ങളുടെ ഇബാദത്തുകളൊന്നും ഒന്നുമല്ല, അവര് വലിയ ഇബാദത്തുള്ളവരാണ്. നിങ്ങളുടെ നോമ്പൊന്നും ഒന്നുമല്ല, അവര് വലിയ നോമ്പുകാരാണ്. നിങ്ങളുടെ ദാനധർമ്മങ്ങളൊന്നും ഒന്നുമല്ല, അവര് വലിയ ദാനധർമ്മിഷ്ടന്മാരാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഖുർആൻ, അവര് ഖുർആൻ മനോഹരമായി ഓതും, മനോഹരമായി ഖുർആൻ ഓതും. ആ കാലമാണ് ഈ കാലം. എന്റെ സഹോദരങ്ങളെ, ഒരു സംശയം കാര്യത്തിൽ വേണ്ട. നമ്മുടെ പള്ളികൾക്ക് വല്ല കുറവുണ്ടോ? എവിടെയാ പള്ളിക്ക് കുറവുള്ളത്? ഞാൻ ഇങ്ങോട്ട് വരുമ്പോ 2 പള്ളികൾ പൂട്ടിയിട്ടിരിക്കുന്നു, പിന്നെ ഒരു പള്ളി തുറന്നിട്ടിരിക്കുന്നു, നിസ്കരിക്കാൻ പറ്റി. ഞാൻ പറയുന്നത് അതൊക്കെ ചില നാടുകളുടെ പ്രത്യേകതയാണ്. അങ്ങനെ പള്ളാന്റെ പള്ളിയാണ് തുറന്നിട്ടിരിക്കുന്നത് അതൊന്നും പറയാൻ പറ്റൂല. ഓരോ നാടിനൊരു പ്രത്യേകതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഈ ടൈറ്റാനിയത്തിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ തന്നെ റോഡ് സൈഡില് നല്ലതുപോലെ കാണാൻ പറ്റുന്ന 4 പള്ളി, 3 പള്ളി. നമുക്ക് പള്ളിക്ക് കുറവുണ്ടോ? ഇല്ല. വയല് കേൾക്കാൻ ആളിന് കുറവുണ്ടോ? ഇല്ല. നമുക്ക് എന്തിനെങ്കിലും കുറവുണ്ടോ? ഒന്നുമില്ല. ഒരു പെൺകുട്ടി, ഇതാ എന്റെ നാട്ടില് ഒരു പണ്ഡിതൻ മരണപ്പെട്ടു. നിങ്ങളൊക്കെ കഴിയുമെങ്കിൽ സംഭാവന കൊടുത്തോളി. ഞാൻ ഇവിടെ പിരിക്കൊന്നുമില്ല, ഇവിടെ വെച്ച് തന്നാൽ ഞാൻ വാങ്ങുകയില്ല. കാരണം ഇവിടെ വേറൊരു സംരംഭമുണ്ട്. ഒരു പണ്ഡിതൻ, അദ്ദേഹം 23 വർഷം ഒരു മഹലിൽ സേവനമനുഷ്ഠിച്ചു. അദ്ദേഹം പഠിച്ചിറങ്ങിയത് മുതൽ അവിടെയാണ്. അദ്ദേഹത്തിന് മഞ്ഞപ്പിത്തം മൂലം ലിവർ അടിച്ചുപോയി. അദ്ദേഹത്തിന്റെ കിഡ്നി ഫെയിലിയറായി. അദ്ദേഹത്തിന്റെ തലച്ചോറിന് ബാധിച്ചിട്ട് ബ്രെയിൻ ഡെത്തായി. അതിനും ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഡോക്ടർമാർ വന്നിട്ട് പറഞ്ഞു, കിഡ്നി ഞങ്ങൾ ഡയാലിസിലൂടെ ശരിയാക്കാം, പക്ഷേ ലിവർ മാറ്റിവെക്കാൻ സൗകര്യമുണ്ട്, സാമ്പത്തികം കൊണ്ടോ നമുക്കതിനുള്ള സംവിധാനം ഉണ്ടാക്കാം. അദ്ദേഹം പറഞ്ഞു, എനിക്ക് എന്റെ ലിവർ മാറ്റിവെക്കാൻ ഞാൻ ആരോട് പറഞ്ഞാലും എനിക്ക് പൈസ തരും. എന്റെ നാട്ടുകാരനാണ്, പണ്ഡിതൻ, പച്ചപ്പാവം. പച്ചവെള്ളം വായിലൊഴിച്ചിട്ട് ചവയ്ക്കാൻ പറഞ്ഞാൽ ചവയ്ക്കും, അത്ര വലിയ പാവം. ആ പണ്ഡിതനോട് ഡോക്ടർമാര് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, ഇപ്പൊ എനിക്ക് കരള് മാറ്റി വെക്കാൻ ആരെങ്കിലും ഒക്കെ പൈസ തരും, പക്ഷെ എന്റെ മകളുടെ എൻഗേജ്മെന്റ് മറ്റന്നാളാണ്, എന്റെ മോളുടെ കല്യാണത്തിന് ആരാ എന്നെ സഹായിക്കുക? ഒരു വാപ്പാട ആഗ്രഹമാണ് തന്റെ മകളെ കെട്ടിച്ചയക്കുക എന്നുള്ളത്. അദ്ദേഹം അത് പറഞ്ഞുകൊണ്ട് മരണത്തിലേക്ക് നടന്നുപോയി. പക്ഷെ അതിനുശേഷം അൽഹംദുലില്ലാഹ് അദ്ദേഹത്തെ കബറടക്കിയിട്ട് എന്റെ മഹല്ലത്തിലെ പള്ളിയിൽ എഴുന്നേറ്റ് ഉസ്താദുമാരൊക്കെ നിന്ന് ആ വേദിയിൽ ഞാൻ തന്നെ സംസാരിച്ചു. 17 പവൻ ആ സമയത്ത് ആ സ്ഥലത്ത് വെച്ച് ആ സമയത്ത് ആളുകൾ ഏറ്റെടുത്തു. അവർക്കൊരു സ്ഥായിയായ വരുമാനത്തിനു വേണ്ടി തിരുവനന്തപുരം ജില്ലയിലെ ചില പള്ളികൾ മാത്രം കളക്ഷൻ എടുത്തപ്പോൾ ഏകദേശം 10 ലക്ഷം രൂപയോളം. നമ്മൾ കൊടുക്കാതിരിക്കുവോ? ഇവിടെ ഇപ്പോ 200, എന്നോട് അമീൻ പറഞ്ഞു 150-200 അപേക്ഷകൾ. ക്യാൻസർ രോഗികളാ, 200 ക്യാൻസർ രോഗികളാ.
ആണോ? 200 ക്യാൻസർ പേഷ്യന്റിന്റെ അപേക്ഷ മരുന്ന് വാങ്ങാൻ ഗതിയില്ലാതെ വിഷമിക്കുന്ന ആളുകളെ ഈ നാട്ടിലാണോ ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ വരുമ്പോ നിഷ്പ്രയാസം നടക്കും. കൊടുക്കാൻ മനസ്സുള്ളവരാണ്, ചങ്ക് പറിച്ചു കൊടുക്കാൻ മനസ്സുള്ളവരാണ്, ഒന്നിനും ഒരു കുറവില്ല. പക്ഷേ ഞാൻ ഒരൊറ്റ കാര്യം എന്റെ സഹോദരങ്ങളോട് പറയാൻ, നമ്മുടെ ജീവിതത്തിൽ ഇസ്ലാമിക ധാർമ്മികതയിൽ നിന്ന് നമ്മൾ പിന്നോട്ട് പോയി, അല്ലെങ്കിൽ അതിന്റെ പരിധികൾ ലംഘിച്ചുകൊണ്ടിരിക്കാൻ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പടച്ചവൻ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നിസ്കാരത്തിനും നോമ്പിനൊന്നും ഒരു കുറവില്ല, ദാനധർമ്മങ്ങൾക്കൊരു കുറവില്ല. പക്ഷേ ധാർമ്മികമായ അധപ്പതനത്തിലേക്കാണ് ഞാനും നിങ്ങളും പോകുന്നത്. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. അതുകൊണ്ടാണ് നൂറ്റാണ്ട് 14 മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹാബാ, നിങ്ങളുടെ നിസ്കാരമല്ല, നിങ്ങളുടെ നോമ്പായിട്ട് എനിക്ക് എണ്ണാൻ പറ്റൂല. കാര്യമെന്തെന്നറിയോ? ഇനി ഒരു സമൂഹം വരാനുണ്ട്, അവര് വല്ലാത്ത നമസ്കാരക്കാരാ. അവരുടെ നിസ്കാരത്തെ തട്ടിച്ചു നോക്കുമ്പോ നിങ്ങളെക്കാൾ വലിയ നിസ്കാരക്കാരാണ് അവര്, നിങ്ങളെക്കാൾ നോമ്പുകാരാണ്. പക്ഷെ അവര് ഖുർആൻ മനോഹരമായി ഓതുന്നവരാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, പക്ഷേ ആ ഖുർആൻ അവിടെ തൊണ്ടക്കുഴിയിൽ നിന്ന് താഴോട്ട് ഇറങ്ങൂല, അവിടെ തൊണ്ടക്കുഴിയിൽ നിന്ന് താഴോട്ട് ഖുർആൻ ഇറങ്ങൂല. ധീരമായി മണിക്കൂറുകളോളം പ്രസംഗിക്കുന്ന പ്രഭാഷകനാ. ആ പ്രസംഗിക്കുന്നത് അതര വ്യായാമമാണ്. അവന് വേശ്യയുടെ ചാരിത്ര പ്രസംഗം പോലെയാ പറയുന്നത്. അതര വ്യായാമത്തെക്കാൾ അഭികാമ്യം അനുകരണത്തിലൂടെയുള്ള ആവിഷ്കാരമാണ് എന്ന അപ്പവാക്യം മറന്നുകൊണ്ടുള്ള പ്രസംഗമല്ലേ എന്റെ പ്രസംഗത്തെ പറ്റിയാ പറയുന്നത്. സഹോദരങ്ങളെ, ഖുർആനോതും, പക്ഷേ അവന്റെ തൊണ്ടയ്ക്ക് താഴെ ഖുർആനിന്റെ പൊരുളിറങ്ങൂല, ഖുർആനിന്റെ ഉള്ളവനറിയാൻ കഴിയൂല. റസൂലുള്ള പറയുന്നു, യംറുഖൂന മിനദ്ദീൻ കമാ യംറുഖു സഹമു മിനർ റമിയാ. വേട്ടമൃഗത്തിൽ നിന്ന് അമ്പ് പുറത്തേക്ക് പോകുന്നത് പോലെ അവന് ദീനിൽ നിന്ന് ഔട്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഖുർആനോതുന്നവനാ നിസ്കാരക്കാരാ, നോമ്പുകാരനാ, ധർമ്മികനാണ്, എല്ലാം ഉണ്ട്. പക്ഷേ അവന് ധാർമ്മികത തൊട്ടു തീണ്ടിയിട്ടില്ല. അവൻ അവസാന കാലക്കാരനാണ്. വേട്ടമൃഗത്തിന്റെ ശരീരത്തിൽ നിന്ന് അമ്പ് പുറത്തേക്ക് പോകും പോലെ അവന് ദീനിൽ നിന്ന് പുറത്തു പോകുന്നവനാണെന്ന് റസൂലുള്ള പഠിപ്പിക്കുകയാ. സഹോദരങ്ങളെ, ശരിയല്ലേ? ഇന്ന് നമ്മൾ അറിയാതെ കാഫിരീങ്ങളായി കൊണ്ടിരിക്കുകയാണ്. ഇന്നൊരു സംഘടന അടുത്ത സംഘടനക്കാരനെ വിളിക്കുന്നു കാഫിറെ. മോമിനിന്റെ മുഖത്ത് നോക്കിയിട്ട് ആ കാഫിർ എന്ന് വിളിച്ചാൽ ആ വിളിക്കപ്പെട്ടവൻ മൂമിൻ തന്നെ, പക്ഷെ വിളിച്ചവൻ മുർത്തദ്ദാകുമെന്ന് അഖീദയുടെ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞ് തസ്ബീഹ് ആട്ടി ഇറങ്ങിയിട്ട് പറയാ അവൻ കാഫിറാണ്. അപ്പോഴേ കാക്ക പോയി. ഖുർആൻ ഇത്രയും നേരം ഓതിയവനാണ് അല്ലേ? ഒരു പെണ്ണിനെ പറ്റി റസൂലുള്ള പറഞ്ഞല്ലോ. നബി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഒരു പെണ്ണിനെ പറ്റി പറഞ്ഞു, നബിയെ, ഒരു പെണ്ണിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? റസൂൽ ചോദിച്ചു, എന്താണ്? അവള് രാത്രി മുഴുവനും തഖൂമുല്ലൈല, ഒരു ശകലം പോലും അവൾ ഉറങ്ങൂല, രാത്രി മുഴുവനും നിന്ന് നിസ്കാരമാണ്. അങ്ങനത്തെ ഒരു പെണ്ണ് ഈ തേവലക്കരയിലുണ്ടോ? ഉണ്ടാവൂല. ഒരു ദിവസം നിസ്കരിക്കുന്ന കാര്യമല്ല, എല്ലാ ദിവസവും രാത്രി മുഴുവനും നിസ്കാരമാണ്. തിങ്കളും വേഴനുമല്ല, ദിവസവും സുന്നത്ത് നോമ്പാ, പകല് മുഴുവനും നോമ്പാണ്. അവള് സ്വതക്ക കൊടുക്കുന്നവളാണ്, അവള് ദാനധർമ്മം ചെയ്യുന്നവളാണ്. പക്ഷേ രാവിലെ നോമ്പൊക്കെയാണ്, രാത്രി നിന്ന് നിസ്കാരമാണ്, ഉറക്കമൊന്നുമില്ല, എപ്പോഴും സദക്ക കൊടുക്കും, മോതിരം ചോദിച്ചാൽ വള കൊടുക്കും, വള ചോദിച്ചാൽ കമ്മൽ കൊടുക്കും, കമ്മൽ ചോദിച്ചാൽ മാല കൊടുക്കും, ഒക്കെ കൊടുക്കും. അതൊക്കെ ശരിയാ. പക്ഷേ അപ്പുറത്തെ അയൽക്കാരിയെ കണ്ടൂടാ. ധാർമ്മികത നഷ്ടപ്പെട്ടു പോയി. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ വാക്കെന്നറിയോ? നബിയോട് ചോദിച്ചു, നബിയെ, ഈ പെണ്ണിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, ഫഹിയ ഫിന്നാർ,
അവള് നരകത്തിലാണ്. അവളുടെ നിസ്കാരം അല്ലാഹു വേണ്ട, അവളുടെ നോമ്പല്ലാഹു വേണ്ട, അവളുടെ ഖുർആൻ ഓതൽ അല്ലാഹു വേണ്ട. ധാർമ്മികത നഷ്ടപ്പെട്ടു പോയ പെണ്ണേ, അല്ലാഹുവിന്റെ റസൂല് പരിചയപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടൊരു മാറ്റം അനിവാര്യമാണ്. അതുകൊണ്ടൊരു മാറ്റം അനിവാര്യമാണ്. എന്തുകൊണ്ടെന്നറിയോ? ഇത് പഠിച്ചിട്ടും അമൽ ചെയ്യാതെ വഅള് കേൾക്കാൻ വരുന്നത് നിസ്സാരമല്ല, നിസ്സാരമല്ല. കേൾക്കാൻ വേണ്ടി വരുമ്പോ എവിടെ നിന്ന് കേട്ടാലും പ്രശ്നമല്ല, ബക്കറ്റിലിട്ടാലും ഇട്ടില്ലെങ്കിലും പ്രശ്നമല്ല, സംഭാവന പറഞ്ഞാലും പറഞ്ഞില്ലേലും പ്രശ്നമല്ല. പക്ഷേ കേൾക്കുന്ന കാര്യം നിന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയില്ലെങ്കിൽ, അല്ലാഹുവിന്റെ റസൂല് കിടന്നുറങ്ങുന്ന സമയത്ത് രണ്ടുപേര് വന്നില്ലേ? ജിബ്രീലും മീകായിലുമാണ്. പിന്നീടാണ് നബി അറിഞ്ഞത് ജിബ്രീലും മീകായിലുമാണ് കൊണ്ടുപോയി അത്ഭുതങ്ങളുടെ കലവറ തുറന്നു കാണിച്ചതിന് ശേഷമാണ് നബി അറിയുന്നത്. ഒന്നൊരു ജിബ്രീലാണെന്ന് റസൂൽ അറിഞ്ഞില്ല, ഒന്നൊരു മീകായിലാണെന്ന് നബി അറിഞ്ഞില്ല. അവസാനമാണ് അറിയിച്ചു കൊടുത്തത്. രണ്ടുപേരും വിളിച്ചു കൊണ്ടുപോയി നോക്കുമ്പോ പല പല അത്ഭുതങ്ങൾ കണ്ടു. ആ അത്ഭുതങ്ങളിൽ ഒരു അത്ഭുതം ഏതെന്നറിയോ? ഒരു മനുഷ്യൻ ഇങ്ങനെ മലർന്നു കിടക്കുകയാണ്. റബ്ബേ, ആ മനുഷ്യന്റെ അടുത്തൊരു മനുഷ്യൻ ഇങ്ങനെ വലിയ പാറക്കല്ലുമായി നിൽക്കുകയാ. ഈ തേവലക്കരയിലെ ഏതെങ്കിലും ഒരു പാറക്കല്ലിന്റെ കഥയല്ല, അല്ലാഹുവിന്റെ നരകത്തിന്റെ കഥയാ പറയുന്നത്. ഒരു പാറക്കല്ലുമായി ഒരു മനുഷ്യൻ ഇങ്ങനെ നിൽക്കുകയാണ്. ആ നിൽക്കുന്ന മനുഷ്യന്റെ കയ്യിലിരിക്കുന്ന പാറക്കല്ല് ആ മലർന്നു കിടക്കുന്ന മനുഷ്യന്റെ തലയിലേക്ക് വലിച്ചെറിയുകയാ. ആ തല ചിന്നി ചിതറിയിട്ട് തലച്ചോറ് ചീറ്റുകയാ. ആ കല്ല് ദൂരേക്ക് ചെന്ന് വീഴുകയാണ്. ആ നിൽക്കുന്ന മനുഷ്യൻ ഓടിച്ചെന്ന് കല്ലെടുക്കുന്നു. ഈ എറികൊണ്ട മനുഷ്യന്റെ തല പൂർവ്വസ്ഥിതിയിലെത്തുന്നു. വീണ്ടും ആ മനുഷ്യനെ കല്ല് തലയിലേക്ക് വലിച്ചെറിയുന്നു. ആ മനുഷ്യനെ കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു പോയി, ആരാണ് ഈ മനുഷ്യൻ? ആരാണ്? എന്ത് തെറ്റാ ചെയ്തത്? ആ സമയത്താണ് കൂടെയുള്ള ജിബ്രീൽ പറഞ്ഞത്, മീകായിൽ പറഞ്ഞത്. ഇമാം ബുഖാരി തങ്ങൾ തന്റെ സ്വഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തിയ ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാ, നബിയേ, ആ കിടക്കുന്ന മനുഷ്യൻ ആരും അറിയോ? റജുലുൻ അല്ലമഹുല്ലാഹുൽ ഖുർആൻ. അല്ലാഹു ഖുർആൻ പഠിപ്പിച്ചു കൊടുത്ത മനുഷ്യനാണ് നബിയേ. ആ മനുഷ്യന് ഖുർആൻ നല്ലതുപോലെ അറിയാ. ഫനാമ അൻഹു ബില്ലൈൽ, അവന് രാത്രി കിടന്ന് ഉറങ്ങുന്നവനാണ്. വലം യഅമൽ ബിന്നഹാർ, പകലവന് ആ കാര്യങ്ങളനുസരിച്ച് അമൽ ചെയ്യാത്തവനാണ്. അല്ലാഹു ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തു. അല്ലാഹു ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തു. ആ പഠിപ്പിച്ചു കൊടുത്ത ഖുർആനും കൊണ്ടവനെ രാത്രി കിടന്നുറങ്ങി ക്ഷീണമാണ്. നേരം വെളുത്തിട്ടവൻ അവന്റെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുന്നില്ല. അവന് നാളെ പരലോകത്ത് ഖിയാമത്ത് നാൾ വരെ അല്ലാഹുവിന്റെ മാലാഖമാര് കരിങ്കല്ല് തലയിലേക്ക് വലിച്ചെറിഞ്ഞ് അവന്റെ തലയോട്ടി പൊട്ടിപ്പിളന്ന് തലച്ചോറ് ചീറ്റുന്ന രീതിയിൽ അല്ലാഹു പരീക്ഷിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് വലിയ ഗൗരവമാണ് സഹോദരങ്ങളെ. പറയാൻ എളുപ്പമാണ്, കേൾക്കാനും എളുപ്പമാണ്, പക്ഷേ അത് അമല് ചെയ്യാനാണ്. പഠിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ബസ്സിൽ കയറിയപ്പോ എല്ലാവർക്കും സീറ്റ് കിട്ടി. ആ കൂട്ടത്തിൽ പ്രായമുള്ള നരച്ച് കൊരച്ച് ദാടിയും മുടിയും മീശയും പുരികവും തലമുടിയും ഒക്കെ നരച്ച ഒരു കളവൻ, ഒരു പ്രായം ചെന്ന മനുഷ്യൻ ഒരു കൊച്ചു കുട്ടിയെടുത്തിരിക്കുന്നു. അവനിൽ എന്തോ ഒരു നന്മ കണ്ടിട്ട് ആ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, എടാ ചെക്കാവൊന്ന് എണീറ്റ് താ, ബസ്സല്ലേ, നമ്മുടെ റൂട്ടിലോടുന്ന പ്രൈവറ്റ് ബസ്സും കൂടെ ആണല്ലോ, റോഡും അങ്ങനത്തെ ആണല്ലോ, മത്സര ഓട്ടമാണല്ലോ. അവൻ പറഞ്ഞു, ഒന്ന് എണീച്ചതാ മോനെ എന്ന് പറഞ്ഞു. അവൻ മിണ്ടാതിരുന്നു. അപ്പൊ അയാള് ചെവി പറഞ്ഞു, നീ ഇപ്പോഴേ എണീറ്റ് തന്നാലേ നീ എന്നെ പോലെ പ്രായം ചെന്ന് നരച്ച് ഈ ഒരു സാഹചര്യം എത്തുമ്പോ നിനക്ക് ഒരാൾ എഴുന്നേറ്റ് തരണമെങ്കിൽ നീ ഇപ്പൊ എനിക്ക് എണീറ്റ് തരണം, എങ്കിലേ പറ്റൂ, ഇല്ലെങ്കിൽ നീയും ഇതുപോലെ നിൽക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. നല്ല ഒരു കാര്യം പറഞ്ഞു കൊടുത്ത. അപ്പൊ ആ ചെക്കൻ പറഞ്ഞു, അപ്പൊ നിങ്ങൾ ചെറിയ പ്രായത്തില് ഏതോ പ്രായമുള്ള ഒരാൾക്ക് എണീറ്റ് കൊടുത്തിട്ടുണ്ടാവൂല, അങ്ങനെ കരുതിക്കൊണ്ടാ മതി. അതാണ് ഇപ്പോഴത്തെ മക്കൾ, അതാണ് ഇപ്പോഴത്തെ മക്കൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പഠിച്ചു വെച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങളോട് കരുണ കാണിക്കാത്തവൻ. മദ്രസയിൽ പോകുന്ന തൊപ്പി വെച്ച മക്കളോടല്ല ഈ പറയുന്നത്, കുഞ്ഞുങ്ങളോട് കരുണ കാണിക്കാത്തവൻ, പ്രായമുള്ളവനെ ബഹുമാനിക്കാത്തവൻ.
എന്നിൽപ്പെട്ടവനല്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതാരും ആയിക്കോട്ടെ, അവന്റെ നെറ്റിയിൽ ഒരു സ്ഥലത്തല്ല, അവന്റെ നെറ്റിത്തടം മുഴുവനും ചന്ദനക്കുറിയാണ്. ആയിക്കോട്ടെ, അവന് പ്രായമുള്ളവനാണോ, അവനെ പ്രായത്തിന്റെ പേരിൽ ബഹുമാനിക്കണം. അത് നബിചര്യയാണ്, അത് റസൂലിന്റെ മാർഗമാണ്, മാതൃകയാണ്, അത് നമ്മുടെ ബാധ്യതയാണ്. ഒരു കൊച്ചുകുട്ടിയോട് സ്നേഹം കാണിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് മുസ്ലിമാണ്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ പഠിച്ച് പാളയിൽ കെട്ടി വെച്ച് നടക്കുന്നവരെ പറ്റി അല്ല പറഞ്ഞ വാക്ക് അവൻ കഴുതയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ എന്തൊക്കെയായി? നാൽക്കാലിയായി, നായയായി, കഴുതയായി. ഇനി ഒരു കാര്യം കൂടെ പറയും, അപ്പോഴേക്ക് ഇൻഷാ അല്ലാഹ് സമയം തീരും. അത് ചുരുക്കി ഞാൻ നിങ്ങളോട് പറയാം. ഇത് രണ്ടെണ്ണം ഉപമയല്ലേ പറഞ്ഞത്? പട്ടിയെ പോലെയാണ്, കഴുതയെ പോലെയാണ്, നാൽക്കാലിയെ പോലെയാണ്. എന്നാൽ ഒരു തെറ്റിന്റെ പേരിൽ അള്ളാഹു ഒരു സമൂഹത്തെ ഒറിജിനൽ റിയൽ മൃഗമാക്കി മാറ്റി. അതാരാ? അത് കേട്ടോളി, അതിന്റെ കാരണം കൂടെ പഠിച്ചോളി, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അത് വേറെ ആരുമല്ല, അഭിപ്രായങ്ങൾ പലതും തഫ്സീറുകളിൽ കാണാൻ കഴിയുന്നു. മൂസാ നബിയുടെ അനുയായികളാണ്, അല്ല ദാവൂദ് നബിയുടെ അനുയായികളാണെന്നും അഭിപ്രായമുണ്ട്. ആരും ആയിക്കോട്ടെ, ആരാണെങ്കിലും ജൂതന്മാരാ, കക്ഷി ജൂതന്മാരാ. വെള്ളിയാഴ്ച ആരുടെ ഇബാദത്താണ്? ഒന്ന് പറയും. വെള്ളിയാഴ്ച ആർക്കാ? വെള്ളിയാഴ്ച പള്ളിയിൽ പോകുന്ന ആരാ? ഇവിടെ വെള്ളിയാഴ്ച അല്ലേ? മുസ്ലിമീങ്ങളാണ്. വെള്ളിയാഴ്ച അള്ളാഹു മുസ്ലിമീങ്ങൾക്ക് കൊടുത്തു. ജുമുഅ എന്ന് പറഞ്ഞാൽ ഇജ്തിമാഉൻ നാസ്, ജനങ്ങൾ ഒരുമിച്ച് കൂടും. അന്ന് പല പല പള്ളികളിലായി കൂടുന്നവരൊക്കെ ഒരുമിച്ച് കൂടുന്നത് ജുമുഅയ്ക്കാണ്. അപ്പൊ അതുകൊണ്ടാണ് അതിന് ജുമുഅ എന്ന് പേര് കിട്ടിയത്. ശനിയാഴ്ച, ഞായറാഴ്ച ക്രിസ്ത്യാനികൾക്കാണ്. ഞായറാഴ്ചയല്ലേ അവരുടെ പള്ളിയിൽ പോക്ക് ആണ്. ഇത് രണ്ടും വെള്ളിയാഴ്ച അല്ലാഹു തആല മുസ്ലിമീങ്ങൾക്കും നസാറാക്കൾക്ക് ഞായറാഴ്ചയും കൊടുത്തപ്പോ ജൂതന്മാർ നിന്നാ ഞങ്ങൾക്ക് അതിന്റെ ഇടയിലുള്ളത് മതി, ശനിയാഴ്ച ഞങ്ങൾക്ക് അതിനിടയിലുള്ളത് വേണം. അവന്മാരെ ഇടയിൽ കയറുന്നവരാ. നമ്മുടെ ഇടയിലും വലിഞ്ഞു കയറിയിട്ടുണ്ട്, ഇപ്പോ നമ്മുടെ സംസ്കാരത്തിലും വലിഞ്ഞു കയറിയിട്ടുണ്ട്. അതിനെപ്പറ്റിയൊന്നും പറയാൻ സമയമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ശനിയാഴ്ച അവർ കൊടുത്തു. അള്ളാഹു അവരോട് പറഞ്ഞു, അന്ന് നിങ്ങളുടെ എല്ലാ തൊഴിലും മാറ്റിവെക്കണം, എല്ലാ തൊഴിലും മാറ്റിവെക്കണം. വെള്ളിയാഴ്ച പള്ളി കയറാത്ത പള്ളി കള്ളന്മാര് കേട്ടോളി. വെള്ളിയാഴ്ച പള്ളി കയറാതെ കട തുറന്നിട്ടിരിക്കുന്നവർക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാ പറയുന്നത്, ഞാൻ പറയുന്നതല്ല, ഞാൻ ആയത്തോതിയിട്ടാ പറയുന്നത്. അന്ന് ഒരു കച്ചവടവും നിങ്ങളുടെ ഒരു കാര്യങ്ങളും അന്ന് നടത്താൻ പാടില്ല, എനിക്ക് വേണ്ടി മാത്രം നിങ്ങൾ മാറ്റിവെക്കണമെന്ന് അള്ളാഹു പറഞ്ഞു. അവര് സമ്മതിച്ചു. അവരാരെന്നറിയോ? കടലിന്റെ അടുത്ത് താമസിക്കുന്നവരാണ്, മത്സ്യത്തൊഴിലാളികളാണ് എല്ലാരും. ആ സമൂഹം ഐലാനിവാസികൾ അല്ലേ? ഐലാനിവാസികൾ അവര് മത്സ്യത്തൊഴിലാളികളാണ്. അവരോട് അല്ലാഹു പറഞ്ഞു, നിങ്ങൾ ശനിയാഴ്ച മീൻ പിടിക്കാൻ പോകാൻ പാടില്ല, നിങ്ങൾ ശനിയാഴ്ച മീൻ പിടിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ കൽപ്പനയാണ്, പടച്ചതമ്പുരാന്റെ കൽപ്പനയാണ്. ശനിയാഴ്ച മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല. അന്ന് ദിവസം നിങ്ങൾ ചോദിച്ചു വാങ്ങിയതല്ലേ, എനിക്ക് വേണ്ടി മാറ്റിവെക്കണമെന്ന് അല്ലാഹു പറഞ്ഞപ്പോ, സഹോദരങ്ങളെ, ഞായറാഴ്ച മീനില്ല, തിങ്കളാഴ്ച മീനില്ല, ചൊവ്വാഴ്ച മീനില്ല, ബുധനാഴ്ച മീനില്ല, വേഴവും വെള്ളിയും മീനില്ല. ശനിയാഴ്ച കടലിലേക്ക് നോക്കുമ്പോ കടലിലൂടെ മീനിങ്ങനെ തുള്ളിച്ചാടുകയാ, അത് കരയിലൂടെ ഓടിച്ചാടി നടക്കുകയാ. ശനിയാഴ്ച നോക്കുമ്പോൾ മീന് നല്ല സുലഭമായുണ്ട്. അല്ലാഹു പറഞ്ഞു, ശനിയാഴ്ച മീൻ പിടിക്കല്ലേ, ശനിയാഴ്ച മീൻ പിടിക്കല്ലേ, നിങ്ങൾ അല്ലാത്ത ദിവസങ്ങളിലാണ് മീൻ പിടിക്കേണ്ടതെന്ന് പറഞ്ഞു. അല്ലാഹു ഒരു പരീക്ഷണമാണ് നടത്തിയതൊരു പരീക്ഷണമാ. സഹോദരങ്ങളെ, ഞായറാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ മത്സ്യമില്ല, ശനിയാഴ്ച ധാരാളം മീൻ അല്ലാഹു കൊടുത്തു എന്നിട്ട് പറഞ്ഞു, തൊട്ടുപോകരുത്. സഹോദരങ്ങളെ, അവിടെ ആളുകൾ കൂടിയിട്ട്, അവിടത്തെ കുറെ പുരോഹിതന്മാര് കൂടിയിട്ട് പറഞ്ഞു, അല്ലാഹു പറഞ്ഞത് എന്താണ്? ശനിയാഴ്ച മീൻ പിടിക്കല്ലേ എന്നല്ലേ പടച്ചവന് പറഞ്ഞത്, എന്നാ നമുക്ക് ശനിയാഴ്ച മീൻ പിടിക്കണ്ട. അവരെന്ത് ചെയ്തെന്നറിയോ? അല്ലാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളുടെയും അസ്തിവാരം മനസ്സിലാക്കാതെ, അസ്തിത്വം മനസ്സിലാക്കാതെ ഏതോ ഒരു അക്ഷരത്തിൽ തൂങ്ങിയിട്ട് അക്ഷരത്തിൽ തൂങ്ങുകയാ. അല്ലാഹുവിന്റെ
ഏതോ ഒരു വാക്കിൽ ഇങ്ങനെ തൂങ്ങുകയാ. അള്ളാഹു പറഞ്ഞു ശനിയാഴ്ച നിങ്ങൾ മീൻ പിടിക്കാൻ പാടില്ല. സഹോദരങ്ങളെ, അവര് ചെയ്ത എന്തെന്നറിയോ? അവര് ശനിയാഴ്ച വന്നു, ഒരു വലിയ ജലാശയം ഉണ്ടാക്കിയിട്ട് സമാന്തരമായ ഒരു ജലാശയം ഉണ്ടാക്കി. എന്നിട്ട് കടലിൽ നിന്ന് ഒരു ചെറിയ വഴി വെട്ടിയിട്ടു ആ ജലാശയത്തിലേക്ക്. ശനിയാഴ്ച മീൻ ഇങ്ങനെ വന്ന് മറിയുമ്പോ ആ ജലാശയത്തിലേക്കുള്ള ചെറിയ വഴിയിലൂടെ മീൻ ഇങ്ങനെ ഒലിച്ച് മറ്റേ ജലാശയത്തിൽ വരാൻ തുടങ്ങി. സമാന്തരമായി അവരുണ്ടാക്കിയ ജലാശയത്തിൽ വന്ന് നിറയാൻ തുടങ്ങി. ഞായറാഴ്ച ഇറങ്ങിയിട്ട് ഒരു മീൻ പിടിക്കാൻ തുടങ്ങി. അള്ളാഹു പറഞ്ഞത് ശനിയാഴ്ച മീൻ പിടിക്കരുതെന്നാണ്. അവര് പറഞ്ഞു എന്നാൽ നമുക്ക് പിടിക്കണ്ട, ശനിയാഴ്ച മീൻ പിടിച്ചാലല്ലേ പ്രശ്നമുള്ളൂ. അന്നവര് വഴി തെളിച്ചു വിട്ടു. സമാന്തരമായി ജലാശയം ഉണ്ടാക്കിയിട്ട് കടലിൽ നിന്ന് മത്സ്യമാ വഴിയിലൂടെ ജലാശയം തിങ്ങി നിറഞ്ഞപ്പോൾ ഞായറാഴ്ച വരെ മീൻ പിടിക്കാൻ തുടങ്ങുകയാ. സഹോദരങ്ങളെ ശ്രദ്ധിക്കണേ, അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറയിലൂടെ അല്ലാഹ് പറയുകയാ, വലഖദ് അലിംതുമുൽ ലദീന തദൗ മിൻകും ഫിസ്സബ്ത്. ശനിയാഴ്ച പരിധി വിട്ടവരെ നബിയേ നിങ്ങൾക്കറിയില്ലേ? നിശ്ചയം നിങ്ങൾ അറിയണേ പ്രവാചകരെ, അറിയണേ വിശ്വാസികളെ, അവര് ശനിയാഴ്ച ദിവസം പരിധി വിട്ടവരാ. ഫഖുൽനാ ലഹും കൂനൂ ഖിറദതൻ ഖാസീ. അല്ലാഹു അവരോട് പറഞ്ഞു, നിങ്ങൾ കുരങ്ങന്മാരാകണേ, കുരങ്ങന്മാരായി മാറണേ. അല്ലാഹു പറയുകയാ. ആ സമയത്ത് സഹോദരങ്ങളെ, ജനങ്ങൾ 3 വിഭാഗമായി. 70,000-ഓളം വരുന്ന ജനങ്ങളാണ്. അതിൽ 12,000-ഓളം വരുന്ന ജനങ്ങള് അവര് നേരെ മാറി നിന്നു. പടച്ചവന്റെ വാക്ക് ധിക്കരിച്ചില്ല. അതിൽ ഒരു വിഭാഗം പോയില്ല, പക്ഷെ പോയവരെ തടഞ്ഞില്ല. ഒരു വിഭാഗം നേരെ മീൻ പിടിക്കാൻ ചെന്നവരാ. അവരെ അല്ലാഹു തആല കുരങ്ങന്മാരാക്കി മാറ്റി. 3 രാവും 3 പകലും കഴിഞ്ഞപ്പോ ഒരു സമൂഹത്തിന് വലിയ സന്ദേശം കൊടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞല്ലോ, അവരാർക്കാണ്? സമകാലീനർക്കും വരാനുള്ള ആളുകൾക്കും അവരൊരു ഗുണപാഠമാണ്. അല്ലാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കുന്നവർക്കൊരു ഉപദേശമാണ്. സഹോദരങ്ങള്, അല്ലാഹുവിന്റെ വാക്ക് ധിക്കരിച്ചുകൊണ്ട് അക്ഷര കൂമ്പാരങ്ങളിൽ പിടികൂട്ടിയിട്ട് അല്ലാഹുവിന്റെ വാക്കിനെ ധിക്കരിച്ചുകൊണ്ട് ആ മീൻ പിടിക്കാൻ ഇറങ്ങിയ കടൽ തൊഴിലാളികളെ, മത്സ്യബന്ധന തൊഴിലാളികളെ അല്ലാഹു ഐലാനിവാസികളോട് പറഞ്ഞത് കൂനൂ ഖിറദതൻ ഖാസീൻ, നിങ്ങൾ കുരങ്ങന്മാരായി മാറാൻ പറഞ്ഞു. അള്ളാഹു നേരെ കോലം മറിച്ചു. നമുക്ക് അള്ളാഹു തന്ന ദിവസം ഏതാ? വെള്ളിയാഴ്ച. അന്ന് മിമ്പറിൽ നിന്ന് ഖത്തീബ് താഴെ ഇറങ്ങട്ടെ എന്നും പറഞ്ഞ് കടയം തുറന്നിരുന്നാൽ അള്ളാഹു നമ്മളെ കോലം മറിച്ചാലോ? എന്തായിരുന്നാലും മുത്തുനബി ദുആ ചെയ്തു, ഈ ലോകത്ത് വെച്ച് നമ്മൾ കോലം മറിക്കപ്പെടൂല. നാളെ പരലോകത്ത് ഇതിന് വ്യക്തമായ രീതിയിൽ പടച്ചവനടുത്ത് കണക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, ലാസ്റ്റ് എന്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, കുരങ്ങന്മാരായ ഒരു സമൂഹം മാറിയത് ധിക്കാരത്തിന്റെ പേരിലാണ്.